നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇഞ്ഞിട്ട് നോക്കാൻ വയ്ക്കാതെ നിങ്ങൾ ഇപ്പൊ അന്ന് പറഞ്ഞ ഓർമ്മ കുഞ്ഞു അവിടെ കിട്ടോ അങ്ങനെ അധികമൊന്നുമില്ല ഒരു വെയിറ്റ് ചെയ്യൂ. പെണ്ണുവിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടാവണമെങ്കിൽ ഞാൻ കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോ വാടക വീട്ടിൽ താമസിച്ച് വണ്ടിന്റെ കാര്യങ്ങളൊക്കെ കേടുപാട് കഴിഞ്ഞു. എല്ലാവരും ഉള്ള ടൈം ആവില്ലല്ലോ. നമ്മുടെ കയ്യിലേക്ക് പൈസ ഉണ്ടാവില്ല. കയ്യിലിപ്പോൾ നമുക്ക് ചിലരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വിരുന്നല്ലേ നമുക്ക് ഉണ്ടാവില്ല. മൂപ്പര് എന്തൊക്കെയാ പറഞ്ഞു പോയി. എന്താണ് ഉറങ്ങാണ്? എന്താണത്? പൂച്ച. ഈ പിരിവിന് ആൾക്കാർക്ക് 5 രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമാവില്ലേ? സോയാബീൻ ഫ്രൈ രണ്ടാൾക്കുള്ള ഫുഡ് ഒപ്പം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഇരിക്കും. നമ്മൾക്ക് ഷെയർ പാർട്ട്ണർമാരും ഉണ്ടാവില്ല. നമുക്ക് ഷെയർ പാർട്ട്ണർമാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ സ്കൂളൊക്കെ കഥ കൊണ്ടുപോയി അതേമാതിരി കിഴങ്ങ് വിളിച്ചുകൊണ്ട് പോവുക അല്ലേ? പെരും അന്തംകമ്മിയാടോ. ഓരോരുത്തരും അവരുടെ അരിമാർഗ്ഗമാണ്, ജീവിതമാർഗ്ഗമാണ്. പുള്ളിക്കാരൻ വീടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എള്ളുമുട്ടായി മതി കുഞ്ഞേ. അതാ അപ്പോൾ ഗൈസ്, ഇന്നത്തെ തുടക്കം രാവിലത്തെ ചായ കുടിക്കുന്നത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ പെണ്ണുൻ്റെ ഉമ്മച്ചി നല്ല അടിപൊളി കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ നോക്കാം. അപ്പോൾ ചെങ്കളെ നമ്മൾ ചായ കുടിയിലാണ്, രാവിലത്തെ ചായ കുടിയിലാണ്. അപ്പോൾ തേങ്ങ ഇടാത്ത കുട്ടൊക്കെ തന്നില്ല. ഇപ്പോൾ ഇന്ന് തേങ്ങ ഉണ്ട്. നല്ല അടിച്ച പുളിക്കറി, മമ്മൻ്റെ കടലക്കറി ഉണ്ട്. കടലക്കറിയും കൂട്ടി നമുക്ക് അടിപൊളി പുട്ട് കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെ കിട്ടണം അറിയില്ല, നോക്കാം. അങ്ങനെയുണ്ട് അടിപൊളി പുട്ട്, കടല, കട്ടൻ ചായ. അപ്പോൾ ചായ എടുക്കട്ടോ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലാർക്കും സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട ഇന്നത്തെ വ്ളോഗ് ഇന്ന് പെണ്ണോ, ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം. നമ്മൾ ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഒരു ഹാപ്പിനെസ്, ഒരു ഫാമിലി വ്ളോഗ് വീണ്ടും. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ചോറും കൂട്ടാനും വിശേഷങ്ങളും അറിയപ്പെടുന്നുണ്ട്. ഷാദ് എന്താ പറയണു പുതിയ വ്ളോഗിൽ? സുഖത്തിലുള്ള പരിപാടി വേറെ ഒന്നുമില്ലേ? കൊണ്ടുപോയത് എന്താ പറയാ, ഇതിൽ പറയാ. ഷാദ് ഞങ്ങൾ വരാം കേട്ടോ. ഞങ്ങൾ ഇന്ന് നമുക്ക് വേണ്ടി പെണ്ണ് തയ്യാറാക്കണ വിഭവങ്ങൾ കാണണം കേട്ടോ. പെണ്ണൊന്ന് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണ ഫുഡ്? കോവക്ക ഞാൻ പച്ചക്ക് തിന്ന സാധനം കേട്ടോ. അടിപൊളി ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവക്ക. അപ്പോൾ ഡെയിലി പച്ചക്കറി കൂടുതൽ കഴിക്കും. ഇതിൽ മുക്കാലും ഞാൻ തന്നെ കഴിക്കും കേട്ടോ. അരിഞ്ഞച്ച് ഞാൻ കുറേ തിന്നിക്കണേ, എനിക്കിഷ്ടമാണ് പച്ച കഴിക്കണേ. ഇതിപ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കിയപ്പോൾ ഒലിവ് ഓയിലാണല്ലോ. ഒലിവ് ഓയിൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒലിവ് ഓയിൽ, പക്ഷേ ഒലിവ് ഓയിൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് എനിക്ക് ഒലിവ് ഓയിൽ, അതുകൊണ്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ ഗൈസ്, അപ്പോൾ മമ്മ ഇവിടെ ബീട്രൂട്ട് അരിയുണ്ട്, നാളേക്കുള്ള തന്നെ സെറ്റാക്കി വെക്കണം. മമ്മ പണി എളുപ്പം ആക്കി വെക്കുന്ന ആളാണ്. പിന്നെന്താ പറയുക, ബീട്രൂട്ട് അരിയുണ്ട്. അപ്പോൾ അടുത്ത ബീട്രൂട്ടും പരിപാടിയാണ്. പിന്നെന്താ, സോയാബീനൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ അറിയാം സോയാബീൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ അറിയാം സോയാബീൻ കൊണ്ട് എന്താണ് ഇവരെ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇത് കുറച്ച് കഴിഞ്ഞ് വെള്ളത്തിൽ കിടക്കട്ടെ കുറച്ചെന്ന് പറയുന്നുണ്ട്. ബേബി എന്നാ വിശേഷം? ബേബി എന്താ പരിപാടി? ബേബി പുട്ടടിച്ചിരിക്കട്ടെ. ഞാൻ രാവിലെ പുട്ടും കടലയും കഴിച്ചു. ഇന്നലത്തെ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതും കൂട്ടി അടിച്ച് അടിപൊളിയായിട്ട്. തേങ്ങ അരച്ച നല്ല കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബേബി കഴിച്ചിങ്ങനെ ഇരിക്കണല്ലേ. ബേബിയെ എന്താ വിശേഷം? ഇന്ന് ഛർദ്ദിച്ചോ രാവിലെ? ബേബി രണ്ട് ചിരട്ടപ്പുട്ട കഴിച്ചിക്കണ്. ഒന്ന് നിന്നിട്ടുള്ളൂ കജൂലേ? അങ്ങനെ കണ്ടായിരുന്നു നാളെ നിന്നേണ്ട ആളാണുള്ളത്. എൻ്റെ കുട്ടി ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അൽഹംദുലില്ലാ ഛർദ്ദിച്ചാണ് പോയി കിട്ടുന്നത്. അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ ക്ഷീണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കണം. അപ്പോൾ രാവിലെ ദമ്മാക്കിക്കണേ. ഇനി എന്താ അവസ്ഥ നോക്കാം നമുക്ക്. ഹായ്, ആരാ വന്നിക്കണേ? പൈസ എന്തിനാ? നമ്മളെ സനു കേട്ടത്. സനു എന്താ അർത്ഥാനോ? എവിടെ പോണേ? എന്താ പരിപാടി? മുടി കെട്ടാനോ? മാഷല്ലാ, നമ്മളെ സലാപ്പാൻ്റെ കുട്ടിയാണ്. സലാപ്പാന്ന് നമ്മളെ അഞ്ചനാണ് കേട്ടോ. സ്വന്തം അനിയനാണ്, അനിയൻ്റെ മോനാണ്. എന്നാ കയറേ കുട്ടി ചില്ലറ കൊടുന്നേരൂല്ലേ? പൂച്ചനെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. പെണ്ണിപ്പോൾ പൂച്ചനെ കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. ഒരു രീതിയിലും പൂച്ചകൾ നമ്മളെ സ്വസ്ഥതയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല.
എന്താണ് ഇതിനൊരു പോംവഴി? നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക, കമൻറ്റുകൾ ചെയ്യുക. കൊല്ലാൻ നമുക്ക് കഴിയില്ല, മഹാപാപമാണ്. അത്രയും വിഷമത്തിലാണ് നിങ്ങൾ പറയട്ടോ. പൂച്ചനെ കാണാൻ വന്നോളി. ഇതാ ഇവൻ. ഇതാ ഇതിലേനും പൂച്ച കയറണം. എന്താ ഞാൻ എന്താണ് ഉറങ്ങാണ്? എന്താണത്? പൂച്ചേ കുഞ്ഞ് ഇതിനെ കണ്ടിട്ടാണ് പറയുന്നത്. എന്താ കുഞ്ഞായി? ചെറിയ ബേബി. നോ ഇവ മുടി കെട്ടാനായിക്കൂല. പൂച്ച കടിച്ചു. പൂച്ച കെട്ടണ ഞാൻ അവിടെ കൊണ്ടുപോയിടാം. ഗായ്സ്, നമ്മുടെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, മൊബൈൽ സ്റ്റിക്ക് നമ്മൾ പിടിക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പൊട്ടിയിട്ടോ. അവിടെ പൊട്ടിക്കല്ല, ഇത് ഊരിപ്പോന്നു. ഈ ഗാഡിയിൽ നിന്ന് ഊരിപ്പോന്നാണ് ഇതിൻ്റെ കാല്. ഇതിൻ്റെ കാലാട്ടോ, അത് ഊരിപ്പോന്നിനു. അപ്പോൾ അത് നമ്മൾ സനുവിനെ കൊണ്ട് കൊടുത്ത് വെപ്പിച്ച് നന്നാക്കി. നമുക്കിപ്പോൾ അത് അത്യാവശ്യമാണ്, കാരണം വെറുതെ ഇരിക്കല വീട്ടിൽ. അപ്പോൾ മൊബൈൽ കൈ പിടിക്കാൻ വല്ല പറ്റുള്ള. അപ്പോൾ ഇത് നല്ല അടിപൊളി സാധനമാണ്. വലിയ വൻ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും 3 കാലൊക്കെ ആയിട്ട് ചെറിയ തോതിൽ നമുക്ക് മൊബൈലിൽ നിലത്ത് വെച്ച് സംസാരിക്കാനൊക്കെ ഉഷാറാണ്, വീഡിയോ ചെയ്യാനൊക്കെ ഉഷാറാണ്. അപ്പോൾ ഇത് ചെറിയ കംപ്ലയിൻറ്റ് പറ്റി കഴിഞ്ഞ ദിവസം. അപ്പോൾ സനു ഇത് കൊണ്ടുപോയാണ്ട് സെറ്റായി കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടി അങ്ങാടിക്ക് പോകണം, നമുക്ക് കുറച്ച് വേറെ 1-2 സാധനമൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവിടെ വരും. നമുക്ക് എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് സനുവാണ് ഇപ്പോൾ സാധനം കുറച്ച് കൊടുന്നേരൽ. പിന്നെ സനുവിൻ്റെ ഉപ്പ നമ്മളെ അനിയം ഓൻ കൊടുന്നേരും. പിന്നെ നമ്മളെ അച്ചുണിയുണ്ട് ഇവിടെ, അമ്മോൻ്റെ കുട്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഓനും കൊടുന്നേരും. പിന്നെ നമ്മളെ ചങ്കളൊക്കെ സെറ്റപ്പാണ്, എന്തിനു വേണമെങ്കിലും എല്ലാവരും വൻ സെറ്റപ്പ് നമ്മളെ കൂടെ ഉണ്ട്. എന്താവശ്യം പറഞ്ഞാലും ആരും സഹകരിക്കും, സഹായിക്കൂട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് വലിയ കാര്യം. അപ്പോൾ നമ്മളെ ചില്ലറ പൈസ ഉണ്ടോ? ബസ്സിനെന്ത് ചില്ലറ ഉണ്ടോ? എവിടെയായിരുന്നു? എന്നാൽ ഉഷാറായിട്ട് പോയിട്ട് വാട്ടോ. അപ്പോൾ കരുവാറുണ്ട് പിന്നെക്കാട് ചുങ്കത്ത് പോവാണ്. ചുങ്കത്ത് പോയി ഒക്കെ സെറ്റാക്കിയിട്ട് വരും. ഞാൻ അതിനെ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ. കൊണ്ടുവരാ. ആ ഒരു കറുത്ത എള്ളുണ്ട് എടുത്താണ്. കറുത്ത എള്ളുണ്ടാ ഒന്ന് എൻ്റെ ഒരു കടല മിഠായി. കടല കുഞ്ഞിക്ക് കടല മിഠായി. എള്ളുണ്ടാ. വേറെന്താ ഉള്ളത്? ആ വേണ്ട, മിഠായി വേണ്ട, മിഠായികൾ വേണ്ട. എള്ളുണ്ടാവണി ഒന്നും എടുത്തു വേണ്ട. വെള്ളമായി കടലവേ. ഓക്കെ, അത് മതി കേട്ടോ. അപ്പോൾ 2 എള്ളുണ്ടാ, ഒരു കടല മിഠായി. നമുക്ക് എള്ളുമിഠായി മതി കുഞ്ഞേ. അതാ എള്ളുമിഠായി. ഇതിലൊക്കെ എന്താ ഉള്ളത്? പാൽപ്പൊടി, മസാലകൾ. നമ്മുടെ നാട്ടിലെ വലിയ ബിസിനസ്സുകാരനാണ് അപ്പോക്ക. നുറുക്കും പാക്കറ്റ് ഉണ്ട്. നുറുക്കുവാണോടി? നുറുക്കും പാക്കറ്റ് ആണോ? അപ്പോൾ ഒരു നുറുക്ക് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്താ അപ്പോൾ കുഞ്ഞിക്ക് എന്തായി? നുറുക്കായി. പിന്നെ വേറെ എന്തൊക്കെയാണ് മസാലകളുണ്ട് അല്ലേ? കുറേ സാധനങ്ങളുണ്ട് അപ്പോക്കാനത്ത് കേട്ടോ. ഐറ്റംസ് സാധനങ്ങളുണ്ട്. പിന്നെ ചിപ്സുകൾ, മിക്സറുകൾ, എല്ലാ ഐറ്റം മിഠായികൾ. അപ്പോൾ പുതിയ ബിസിനസ്സായിട്ട് നമ്മൾ അപ്പോക്ക ഇറങ്ങിയതാണ്. മതി അപ്പോക്ക. അപ്പോക്ക നമ്മളെ വീട്ടിൽ ആഴ്ചയിൽ വരും, എല്ലാ വീടുകളിലും വരും. അപ്പോൾ 90 രൂപയ്ക്ക് അമ്പിളി സാധനം വാങ്ങിട്ടോ. അപ്പോൾ മതി, ഇനി വേണ്ട. അപ്പോക്ക വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിലൊരു ഇടങ്ങേറുകൊണ്ട് വാങ്ങണം. അതൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. പിന്നെ അപ്പോക്ക വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണം. ബൂസ്റ്റാണ് നീ നല്ല പപ്പടം ഉണ്ടാകലുണ്ട്. അപ്പോൾ ഫുള്ളായോ? 100 അപ്പോൾ 100 രൂപേൻ്റെ കച്ചവടമാണ് ഇപ്പോൾ അപ്പോക്ക നമ്മളെ വീട്ടിൽ നടന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ വീട്ടുകാർ ഓരോന്ന് വാങ്ങി അപ്പോക്കാനോട് സഹകരിക്കും. അപ്പോക്കാൻ്റെ ജീവിതമാർഗ്ഗമാണ് അല്ലേ അപ്പോക്ക? അങ്ങനെ പരിപാടി ഇപ്പോൾ സാറല്ലേ? കുഴപ്പമില്ല, പോകണ്ടല്ലേ? അപ്പോൾ 2 ബാഗ് കിറ്റ് നിറച്ച സാധനങ്ങളുണ്ടാവും. അപ്പോൾ മഴ ചെറിയ കാലാവസ്ഥ മഴയാണല്ലേ? അതെ. നമ്മളിവിടെ ആശ്വാസമാണ്. പല സ്ഥലത്തും പെരും മഴയും. അപ്പോൾ ഗൈസ്, അപ്പോൾ കടലമിഠായി ഇതാണ് നമ്മൾ ചെറിയ പീസ് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അബ്ബോക്ക് അതേമാതിരി കടലമിഠായി, മിക്സറുകൾ, ചിപ്സുകൾ, അതുപോലെ അച്ചാറുകൾ, ബൂസ്റ്റ്, ഹോർലിക്സ് ഇതുപോലുള്ള ഐറ്റംസായിട്ട് പുള്ളിക്കാരൻ അങ്ങനെ വരും. അപ്പോൾ നമ്മളൊക്കെ കടലമിഠായിയോ അല്ലെങ്കിൽ എള്ളുമിഠായിയോ വല്ല നുറുക്കൊക്കെ വാങ്ങിയാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മൂപ്പരെ വിടലാണ്. കാരണം ഓരോരുത്തരും അവരുടെ അരിമാർഗ്ഗമാണ്, ജീവിതമാർഗ്ഗമാണ്. പുള്ളിക്കാരൻ്റെ വീടും കാര്യങ്ങളൊന്നുമില്ല, വാടക വീട്ടിലാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ സഹകരിച്ച് കൊടുക്കുക. നമ്മളിവിടെ ആളുകൾക്ക് സഹകരിക്കലുണ്ട് പുള്ളിക്കാരനോട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ പെണ്ണ് എന്തെങ്കിലുമൊക്കെ വാങ്ങും. അങ്ങനെ കേട്ടോ പുള്ളിക്കാരൻ്റെ ജീവിതം. അപ്പോൾ വേറെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടി കാര്യം അവതരിപ്പിക്കൽ അത്യാവശ്യമാണ്.
നമ്മളെ വീട്ടിൽ പലപ്പോഴും പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നല്ല, എല്ലാവരുടെ വീട്ടിലും വരുന്നുണ്ട്. അപ്പോൾ പിരിവിൻ്റെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. പിരിവിൻ്റെ ആളുകൾ വരുമ്പോൾ ഇവർക്കൊന്നും നമ്മളെ വീട്ടിലത്തെ അവസ്ഥ അറിയില്ല. എന്താണോ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഈ വീട്ടുകാരുടെ അവസ്ഥ, ഇവരത്തെ പൈസ ഉണ്ടോ ഒന്നും ഇവർക്ക് വിഷയമല്ല. യത്തീംഖാന പിരിവ്, പള്ളി സംഭാവന പിരിവ്, മദ്രസ സംഭാവന പിരിവ്, അത് പറയൽ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതായിരിക്കും. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, സത്യം പറയണം, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നൊട്ടി നുണഞ്ഞിങ്ങനെ അപ്പോൾ അതിന് നമ്മളെ ചങ്കളൊക്കെ വരുമ്പോൾ ഓരോന്ന് കൊടുന്നു തരും. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു മുന്തിരി ഉണ്ട്, അവിടെ ഉണ്ട് പക്കട്ടെ, ഡിച്ചാപ്പൊളി മുന്തിരി കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നേ അവിടെ കൊടുന്ന് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി പെണ്ണു ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുക്കണം. അതൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കും മക്കളെ, ഏതൊക്കെ സ്റ്റൈല് രസം വേറെ കേട്ടോ. നല്ല നല്ല ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ അടങ്ങിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്രയും റെസ്റ്റ് എടുത്തുകൊണ്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാണിക്കുക കേട്ടോ. എങ്ങനെയാണിത് മുതലാക്കുക, വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. എനിക്കാണെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതിന് പല ഐറ്റംസോടെ സമ്മതി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പല സംഭവങ്ങളോടെ കൊടുന്ന് നോക്കും വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ. ബേബി മേ ഐ കമ്മിങ്? യാ ഇതാണ് ഈ പെണ്ണിൻ്റെ കുഴപ്പം, ഷാളില്ലത്രേ. അപ്പോൾ ഒക്കെ ഷാളുണ്ടായില്ലത്രേ. അപ്പോൾ നമ്മൾ ഷാൾ കൊടുത്തിട്ടുണ്ട്. അവൾ വിശ്രമിക്കുകയാണ്. ഡാ കുഞ്ഞി കമോൺ. അപ്പോൾ ഫ്രൂട്ട് കഴിക്കുക. ആ എള്ളുമുട്ടായി കുഞ്ഞിക്ക് എള്ളുമുട്ടായി ഉണ്ട് ആ കയ്യിൽ. എള്ളുമുട്ടായി അപ്പോൾ പൊട്ടിച്ചേരാം. അപ്പോൾ നേരത്തെ ഒന്ന് കഴിച്ചിക്കണം, ഇനി നാളെ പൊട്ടിച്ചാടുണ്ട്, അത് മതി. ആ എള്ളുമുട്ടായി. അപ്പോൾ ബേബിൻ്റെ വിചാരപ്പോൾ കൈ കൊടുത്തപ്പോൾ ഓൾക്കുന്നതാണ് ഈ കാരണം. അങ്ങനെയല്ല, ഇതാ കുഞ്ഞ് എള്ളുമുട്ടായി കഴിക്കണ്ടേ, ബേബി ഫ്രൂട്ട്സ് കഴിക്കണ്ടേ. ബേബി ഞാനും ഫ്രൂട്ട്സ് കഴിക്കാൻ പോകട്ടോ ഗൈസ്. നേരത്തെ നമ്മൾ അബോക്കാൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ വേറെ വിഷയം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കടങ്ങളും കയ്യിലൊരു രൂപയില്ലാതെ വെച്ചൊരു വീടാണ്. ഒരു ഉറുപ്പ്യ കയ്യിലുണ്ടാവില്ല ചില സമയത്ത്, നമ്മൾ വീട്ടിലുണ്ടാവില്ല ചില സമയം. അപ്പോൾ വീട്ടിൽ പല പിരിവേരും പല രീതിയിലുള്ള ആളുകളും വരുന്നുണ്ട്. അതിൽ പള്ളി വകുപ്പിലുണ്ട്, മദ്രസ വകുപ്പിലുണ്ട്, യത്തീംഖാന വകുപ്പിലുണ്ട്, അല്ലാത്ത ചാരിറ്റി വകുപ്പിലുണ്ട്. ചാരിറ്റി വകുപ്പിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കലില്ല അല്ലാതെ, കാരണം അത് പല കാര്യങ്ങൾ പല രീതിയിലും പ്രശ്നങ്ങളുള്ളതാണ് നമുക്കറിയാം. നമുക്കൊരുപാട് കൊടുക്കാൻ നമ്മളെ കുടുംബത്തിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്കോ നമ്മുടെ കുടുംബത്തിനോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ അന്യ നാട്ടിൽ നിന്നൊക്കെ കരികെട്ടും കെട്ടി നല്ല മൂലരുട്ടികളായിട്ടും അല്ലെങ്കിൽ മൂലയന്മാരായിട്ടും അല്ലെങ്കിൽ കുറച്ച് യത്തീംഖാന പിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ബേബിക്ക് ഒരു അനുഭവം ഉണ്ടായി. അത് ബേബി വിരുന്ന് വന്നിട്ടാണ് ബേബി ഒറ്റപ്പെടും. ഞാനും പെണ്ണും പുറത്താണ്. ഞങ്ങളെന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ്, പുറത്താണ് എന്തായാലും, ബേബി ഒറ്റക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് ബേബിക്ക് വളരെ വിഷമമുണ്ടായ അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ പിരിവിന് വരുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല. എപ്പോഴും നമ്മൾ എല്ലാവരും ഉള്ള ടൈം ആവില്ലല്ലോ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പെരിയിൽ ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചിലരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വിരുന്നല്ലേ, നമുക്ക് ഉണ്ടാവില്ല. മൂപ്പര് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയി. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാറുണ്ട് പോണ എത്രയോ ആൾക്കാരുണ്ട്. എത്രയോ നല്ല ചെറിയ ചെറുക്കന്മാരൊക്കെ വരുന്നുണ്ടല്ലോ, മൂലന്മാർ കുട്ടികളൊക്കെ. അപ്പോൾ ഓലൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാർ. ഇത് വയസ്സായ ഒരാളാണ്. വണ്ടൂർ ഭാഗത്തുള്ളതാണ്. പക്ഷെ ഞാൻ പൈസ കൊടുത്ത പിന്നെ മേലല്ലേ മേലെ നമ്മളെ അയൽവാസി താത്ത കൊടുത്തിരുന്നു ചില്ലറ. പക്ഷേ അതിന് റെപ്സീറ്റ് താത്താക്ക് കിട്ടിയണമെന്താ അറിയില്ല. നമ്മൾ റെപ്സീറ്റ് ചോദിച്ചപ്പോൾ താത്ത അവിടെ അല്ലെന്ന് പറഞ്ഞു, കുട്ടികൾ കളഞ്ഞു എന്തോ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആ റെപ്സീറ്റ് എടുത്തുകൊണ്ടതിൽ നമ്പർ നോക്കി വിളിച്ചിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിവിടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില്ലറ 10, 20, 30, 50 എവിടെയൊക്കെ വീട്ടിലുണ്ടാവും. പക്ഷേ ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. മുതലാളിമാരും ഭയങ്കര വരുമാനമുള്ള ആളുകളോ ഏക്കറക്കണക്കിന് ഭൂമികളൊന്നുമില്ല, അന്നൊന്നും വരുമാനമല്ല. നമ്മൾ ജോലി ചെയ്യുക, നമ്മളെ വണ്ടി കാര്യങ്ങൾ, അതിൻ്റെ അടവ് കാര്യങ്ങൾ, ഇതിൻ്റെ ഇൻഷുർ ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാരാണ്. ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ വളരെ വിഷമഘട്ടങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പിരിവിന് വരുന്ന ആളുകൾ നമ്മളെ കുടുംബത്തിൻ്റെ അവസ്ഥയോ നമ്മളെ വീട്ടുകാരുടെ അവസ്ഥയോ നമ്മുടെ വീട്ടിൽ മക്കൾ ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാത്ത പിരിവരുണ്ട്. അമ്മക്ക് അത് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടു. അത് ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടോ, മദ്രസിൻ്റെ വാടക വീട്ടിൽ താമസിക്കണം. അപ്പോൾ അതോ പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയണം. നമ്മൾ മറച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ, ഒന്നല്ല നമ്മൾ ക്രിയേറ്റീവ് ഒന്നല്ല. ബേബിക്ക് ഉണ്ടായ അനുഭവമാണ് ബേബി പറയുന്നത്. അപ്പോൾ ആവില്ലാത്ത സമയത്ത് പിരിവേര് വരുമ്പോൾ
ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിച്ചൂടെ? ചിലപ്പോൾ ഇല്ലാഞ്ഞിട്ട് തന്നെ ആവുമല്ലോ. നുണ പറയേണ്ട കാര്യം എന്താ? 10-20 ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാം. ഇവർക്ക് 10-20 കൊടുത്താൽ ഇഷ്ടമല്ല, മനസ്സ് പിടിക്കില്ല. നമ്മൾ ജഗ പോകണം. ബേബിനോട് എന്തായാലും പറഞ്ഞേ? ഇല്ലെങ്കിൽ മാണ്ട, പോയി ഇല്ലെങ്കിൽ മാണ്ടാന്നും പറയേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ കുട്ടിയെ, അത് ഇപ്പം വീട്ടിലെ ഇവിടെ ഇപ്പിയില്ല അമ്മിയില്ല, പിന്നെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട അതിന് പറയാനൊരു രീതി ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്ത് അവരിവിടെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ പിടിക്കൂട്ടോ, നല്ല പിടിച്ചിട്ട് കുടയും ചെയ്യാൻ അതിന് വേണ്ട തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവരൊക്കെ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളടുത്തൊക്കെ ചെല്ലുമ്പോഴേ അവരുടെ അവസ്ഥ എന്താണോ, അവരുടെ സാഹചര്യം എന്താണോ, അവർ കഞ്ഞി വെച്ചിട്ടുണ്ടോ, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ നിലവിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒക്കെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് എന്താണ് ജോലി, എന്താണ് നിങ്ങൾ പിന്നെ പരിപാടികൾ, എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിലുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. എണ്ണപ്പെട്ട 1-2 കേസ് കിട്ടുകളെ നമുക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 2 കേസാണ് ഉണ്ടായിരുന്നത്. ബേബിനോട് ഷൗട്ട് ചെയ്ത് കണ്ട് വളരെ മോശമായ രീതിയിലാണ് മുമ്പ് പിന്നെ അതില് താത്താരോട് എന്തോ പറഞ്ഞു പോന്നിക്കണ. താത്താരോട് എന്താ മനസ്സിലാ പറയുന്നത് അഞ്ഞോട് തന്നെ പറഞ്ഞു പോയത്. നമ്മൾക്ക് ഇവിടെ പെണ്ണുങ്ങളല്ലേ. അപ്പൊ ഇവർക്ക് ഉദ്ദേശിക്കുന്ന എമൗണ്ട് 500,000 ഇതൊക്കെ ആരെ കൊണ്ട് കൊടുക്കാൻ പറ്റും? 500,000 പിരിവ് കൊടുക്കാൻ പറ്റും? ഒരു ദിവസം എത്ര പിരിവിന് വരും? ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തുള്ള മദ്രസ, എൻ്റെ മക്കൾ പഠിച്ചു വളർന്ന മദ്രസ ഉണ്ട്. അവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇവരാരും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവിടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പിന്നെ രക്ഷിതാക്കളുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ സാധാരണക്കാരാണ്. അവിടെ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കാനില്ല, ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവിടെ ഞങ്ങളൊന്ന് ഹൈടെക് ആക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ട് അതിന് ഒരു വകുപ്പും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളും ഞങ്ങൾ കടന്നു, ഞങ്ങളെ ഇവിടെയുള്ള ആളുകൾ കടന്നു. അപ്പോൾ നമ്മൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ കുടുംബത്തിന് തന്നെ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് നമുക്ക്, പിന്നല്ല പുറത്ത് കൊടുക്കാൻ. നമ്മൾക്ക് ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ അധ്വാനിക്കുന്ന ഒരു വിധത്തിനാണ് നമ്മൾ കൊടുക്കൽ. പൂച്ച ഒരെണ്ണം അല്ലല്ലോ, വേറെ ഉണ്ടല്ലോ ഒരു പൂച്ച ഉണ്ട് കട മേലെ അതിലാണ് തരുന്നത്. പൂച്ചനെ കൊണ്ട് പെണ്ണ് തോറ്റു. 2 കുട്ടികളത് രാവിലെ കണ്ടു, പ്രസവിച്ചിട്ടാണ്. അപ്പോൾ പൂച്ച വീട്ടിൽ സ്വർഗ്ഗമാണ്, ഹലാലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് കിട്ടും. അതിപ്പോൾ ഇനി എത്ര സ്വർഗ്ഗത്തേക്ക് പോകുന്നു, എത്ര പിന്നെ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാലും പൂച്ചകളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മളെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പെണ്ണൂരെ സിറ്റ് ഔട്ടിലൊക്കെ കക്കി തൂരി വെച്ചിട്ടുണ്ട് പൂച്ചകളൊക്കെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി, ഞാൻ കൂടി കഴുകിയിട്ടുണ്ട് ഒരുപാട് വട്ടം. പെണ്ണ് പറയും തീട്ടാണെങ്കിൽ പിന്നെ കക്കിയതാണ്, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൂച്ചൻ്റെ വിഷയം നിൽക്കട്ടെ, അത് നിങ്ങൾ പിന്നെ സംസാരിക്കാം. പൂച്ച കഥ തന്നെ പറയാണ്ട്, ഞങ്ങൾ ഒന്നുമില്ലാതെ നിന്ന് വന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല ഇതിനും. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുള്ളത്. അല്ലാതെ നമുക്കിങ്ങനെ പിരിവേര് വരുമ്പോൾ വാരി കൊടുക്കാനൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല. അപ്പം ചിലപ്പോൾ 10 കൊടുക്കും, 20 കൊടുക്കും, നമ്മളെ കയ്യിലുള്ള കൊടുക്കും. ഓരോ വാടക വീട്ടിൽ നിന്ന് താമസിച്ച് പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കണ്ട് രാവും പകലും പണിയെടുത്ത് ഇഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഞാനൊക്കെ വാടക വീട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തരത്തിലേ ഉള്ളൂ, നിസ്സാര കാര്യമാണെന്ന് നമുക്ക് പറയുമ്പോൾ. പക്ഷേ അത് വല്ലാതെ വേദന ഉണ്ടാക്കും നമ്മൾ. കാരണം ഇവർ നമ്മളെ പ്രാഗിറ്റൊക്കെയാണ് പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മരത്ത് വന്നിട്ട് നമ്മളൊന്നും കയ്യിൽ കൊടുക്കാമല്ല എന്ന് പറയുമ്പോൾ പ്രാഗിറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ 20 രൂപ കൊടുത്തിട്ട് അത് പോരാ എന്നുള്ള രീതിയിൽ നമ്മൾ മുഖത്തോട് നോക്കി നിൽക്കും. ഇത് ഒരു 50 ചെയ്തിട്ടേ ചോദിക്കും, അല്ലെങ്കിൽ 100 ചെയ്തിട്ടേ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എൻ്റെ വീട് ലോണിലാണ് ഈ വീട് നിൽക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് തരാൻ അർഹതപ്പെട്ട ആളൊന്നുമല്ല, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ ഒഴിവാക്കൽ. അപ്പോൾ അവർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നവരുണ്ട്. ചില ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ലോണും പ്രശ്നവും പ്രയാസമൊക്കെ വേണ്ടി തീരട്ടെ, കടങ്ങളൊക്കെ വിടട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മനുഷ്യരുണ്ട്. നമ്മൾ ആരെയാണ് അടച്ചാക്ഷേപിക്കുക, അത് അഡ്വാൻസായിട്ട് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, എനിക്ക് എൻ്റെ നാട്ടിലെ മദ്രസ, എൻ്റെ കുട്ടികൾ ഇപ്പോൾ പഠിക്കണില്ല, എൻ്റെ 2 മക്കളോടെ പഠിച്ചവരാണ്. എനിക്ക് മക്കൾ ഭാവിയിൽ പഠിക്കാനുണ്ടാവും, വേറെ കുട്ടികളൊക്കെ പഠിക്കാനുണ്ടാവും. എനിക്ക് എൻ്റെ നാട്ടിലെ മദ്രസയും മതസ്ഥാപനങ്ങളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. ഞങ്ങളെ മദ്രസക്കാർ പുറത്തൊന്നും പോയി എവിടെ പിരിക്കണില്ല. ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലത്തെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുക, അവിടെയുള്ള പിരിവ് കാര്യങ്ങൾ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലത്തു നിന്ന് മദ്രസക്ക് പിരിവിന് വരുന്നുണ്ടാകാൻ ഞാൻ അന്തം വിടലുണ്ട് പലപ്പോഴും. ഇവരെന്തിനും ഇങ്ങനെ പിരിക്കണം? ഇവർക്ക് കമ്മീഷനല്ലേ പിരിക്കണത്, ഇവർക്ക് ഫ്രീ ആയിട്ട് പിരിച്ചു കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇവർക്ക് 100-ന് 60 അവർക്കും അല്ലെങ്കിൽ 70 അവർക്കും ബാക്കിയുള്ള ഈ സ്ഥാപനത്തിന് പോണത്. ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിലിട്ട് സംസാരിക്കുന്നു, വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, ഞങ്ങൾ പിരിക്കുന്നു. ഒരു വിഷമമില്ല. പറ്റുന്നതുപോലെ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുകയും ചെയ്യും. ഒരു വരുമാനമില്ലാത്തൊരു ചെറിയൊരു മദ്രസയാണ്, ഒരുപാട് രക്ഷിതാക്കളുമില്ല, കുറഞ്ഞ സംഭവമുള്ളൂ. പക്ഷേ അവിടെ ഒരുപാട് ചിലവുകളുണ്ട്, നമുക്കതൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യത്തിലുള്ളൂ, നിസ്സാരമാണ്. പക്ഷേ അത് വല്ലാതെ വേദനിപ്പിക്കലുണ്ട്. അത് ഒന്ന് ഉണർത്തിയത് മാത്രം കേട്ടോ. അപ്പോൾ അത്
നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ അതൊക്കെ നമ്മളെ വേദനിപ്പിക്കലുണ്ട്. കാരണം നമുക്കൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മളെ വീട്ടുമുറ്റത്ത് വന്ന് പിരിവിന് വന്നിട്ട് ഒന്നും കിട്ടാതെ മടങ്ങി പോകുമ്പോൾ നമുക്ക് തന്നെ വിഷമം ഉണ്ടായാലും കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ പുറത്ത് അവരുടെ ഒരു പ്രാക്ക് ഒരു എന്താ ശപിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വാടക വീട്ടിൽ താമസിച്ചെന്ന് പെണ്ണൂരോട് പറഞ്ഞാൽ എന്താ അറിയാം, പെണ്ണ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ചില്ലറ ഒന്നുമില്ല, എന്നൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വേറെയും പറയണ്ട. അപ്പോൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള സംസാരം നമുക്ക് അനുഭവങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ അറിയിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ മുന്തിരിയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഉള്ളത് പുറത്തുകാലാണ്, അതിപ്പോൾ കഴിക്കുന്നത്. ഇന്ന് എന്താണ് എൻ്റെ പെണ്ണു എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് കണ്ടോളി കേട്ടോ. എന്താ പെണ്ണത്? സോയാബീൻ. അപ്പോൾ എനിക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി തരാണ് പെണ്ണു. സോയാബീൻ ഉപയോഗിച്ചൊരു ബീഫ് ഫ്രൈ. ബീഫ് തിന്നാൻ പറ്റാത്ത ബായിക്ക് വേണ്ടി, ബായി വല്ലാത്ത വിഷമത്തിലാണ് ഇത്രേ. ബായിക്കൊരു വിഷമമല്ല, പക്ഷേ പെണ്ണുവിന് ഭയങ്കര സങ്കടം കേട്ടോ ബീഫ് തിന്നാൻ പറ്റാത്തതുകൊണ്ട്. മറ്റേ രാജ്യ രാമായണം എന്ന് പറഞ്ഞ മാതിരി ബീഫ് കഴിച്ചത് മനസ്സിലല്ലേ. അപ്പോൾ സോയാബീൻ ഉണ്ട്, തക്കാളി ഉണ്ട്, ഉള്ളി ഉണ്ട്, സബോള, മല്ലിച്ചപ്പുണ്ട്, പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, ഇതെന്താ സാധനം? ജീരകപ്പൊടി ഉണ്ട്, ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയും മസാല ഐറ്റംസൊക്കെ പെണ്ണോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഉണ്ട്, വേപ്പിലുണ്ട്, നമ്മളെ ഉരുളി തീമിച്ചിക്കണ്. അപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പെണ്ണു, ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒലീവ് ഓയിലാണ് ഇപ്പോൾ ഫുള്ള് പരിപാടി. അങ്ങനെ സബോള ഇട്ടിട്ടുണ്ട്. അങ്ങനെ സബോള ഇട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പെണ്ണുവിൻ്റെ ഒരു സോയാബീൻ റോസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. പെണ്ണു പിന്നെ ബേബിക്ക് പൊരിച്ചു കൊടുത്തു അതില്ലേ. ബേബിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മളെ ചെറിയ കടലമണി പോലത്തെ സോയാബീൻ ഉണ്ടല്ലോ, അത് പൊരിക്കുക. അപ്പോൾ ഗൈസ് നിൻ്റെ മുത്തുമണി എനിക്ക് എന്താ ഉണ്ടാക്കണോട്ടെ. ബേബി കൊഞ്ഞനം കുത്തി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പണി. ഓളൊന്നും ചെയ്യൂല, ഞങ്ങളിട്ട് ഇങ്ങനെ ശരിയാക്കും ചെയ്യും. ഉണ്ടോ ബേബി പുതിയ നെറ്റൊക്കെ എടുത്തു ഗൈസ്, അടിപൊളി. എങ്ങനെ ഒന്നും പറഞ്ഞ കഫ്താനി അല്ലേ, കഫ്താനി നൈറ്റി. അപ്പോൾ ഗർഭിണികൾക്ക് ഇടാൻ പറ്റിയ നൈറ്റിയാണ് സ്പെഷ്യൽ അല്ലേ ബേ, അടിപൊളി നൈറ്റി. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിവാവ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അധികമൊന്നുമില്ല, ഒരു വെയിറ്റ് ആൻഡ് സീ ഒരു മാസം അല്ലേ. ജസ്റ്റ് ആൾ ഇടയ്ക്ക് ഞാൻ പപ്പയെന്നൊക്കെ പറയുമ്പോൾ കയറി വരുന്നുണ്ട്. മാഷാ അല്ലാഹ് കുട്ടിക്ക് ഉഷാറാവട്ടെ, റാത്താവട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വാട്ടി കൊണ്ട് കണ്ടപ്പെണ്ണു അങ്ങനെ. യെസ്, ഉള്ളി നല്ലോണം വാടണം. അപ്പോൾ എങ്ങനെയുണ്ട് പെണ്ണുവിൻ്റെ സോയാബീൻ റോസ്റ്റ് എന്താണെന്ന്? ഞാൻ സോയാബീൻ കഴിച്ചിട്ട് കുറേ നാളായി. ആദ്യം ബേബിയെ ഇടയ്ക്ക് പൊരിച്ചിങ്ങനെ തന്നിരുന്നു. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെറിയ മണി. പെണ്ണും ബേബി മങ്കം രണ്ടണേ. പിന്നെ എന്നും മമ്മ ഫ്രീ ആട്ടോ, മമ്മാൻ്റെ പരിപാടി കഴിഞ്ഞേക്കും. മമ്മ രാവിലെയൊക്കെ സെറ്റാക്കി വെച്ചാണ് കുളിച്ചൊരു ഭാഗത്ത് കുത്തിരിക്കാൻ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടാണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കട്ടോ. കറിവേപ്പില മസാല ഒക്കെ റെഡിയാക്കി വെച്ചാണ്, സോയാബീനോടെ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ അതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയ ഒരു മിശ്രിതം പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിട്ടിട്ടുണ്ട്. പിന്നെ അതാ സോസ്, മുളക് ചില്ലി സോസ് അടിച്ചിട്ടുണ്ട്. വേറെന്താ? എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാലോ. അപ്പോൾ അമ്പിളിക്ക് ലേസം മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് അമ്പിളിക്ക് കുറച്ച് ഫ്രൈ ആക്കണം കേട്ടോ. മുളക് പൊടിയാണോ? ലേസം ഇട്ടോ. മുളക് പൊടി നൈസായിട്ട് മുളക് പൊടി ഇട്ടിട്ട് അമ്പിളിക്ക് മാത്രം ഫ്രൈ ആക്കണം കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കാലും അമ്പിളിക്ക് സ്പെഷ്യലായിട്ട് ഫ്രൈ വേറെ ഉണ്ടാക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കുട്ടിക്ക് സുഖമായിട്ട് സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് അവൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. നമ്മളെ മസാലപ്പൊടികൾ മല്ലി, മഞ്ഞൾ, മുളക്, പിന്നെ ജീരകപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ പെണ്ണുവിൻ്റെ സ്പെഷ്യലാണ് ഇന്നത്തെ. ബേബി മക്കാറാക്കാനായിട്ട് വന്നു കളി. എന്താ ബേബി എൻ്റെ വിചാരം? പെണ്ണ് എന്തായാലും ജനലല്ലേ, എന്താ വെച്ചാൽ 10-26 കൊല്ലായില്ലേ. ഇനിയിപ്പോൾ എന്താ പേര് അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം നടന്നു. 26 കൊല്ലം കൊണ്ട് എന്തെല്ലാം നടന്നു. അപ്പോൾ ഗൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്, തക്കാളി ഇളക്കി കൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പിളിൻ്റെ കൂടെ ഉണ്ട് സെറ്റാക്കാന്നുള്ള പ്ലാനിലെത്തിക്കുന്നു. ഇരുട്ട് മൂടിയ കാലാവസ്ഥ അല്ലേ. അപ്പോൾ അമ്പിളിക്ക് നല്ല വെളിച്ചെണ്ണ കുഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്പിളിക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് മസാല ഒന്നും ഇല്ലാതെ നൈസായിട്ട് ചെറിയൊരു മസാല വെച്ചിട്ട് അമ്പിളിക്ക് ഒലിവ് ഓയിൽ കൊടുത്തു ഞങ്ങൾ എന്താ ഉണ്ടാക്കാറിയല്ലോ. ഇതിൽ മസാല പുരട്ടിച്ചാലോ പറ്റൂലേ, പൊരിക്കണല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബീഫ് ഫ്രൈ. അപ്പോൾ മക്കളെ അങ്ങനെ നമ്മളെ വളരെ സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഇവിടെ ഫ്രൈ ആയിട്ട്. ബീഫെന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ കഴിക്കും. ഇതിപ്പോൾ എനിക്ക് ഒറ്റക്കുള്ളേക്കാണ് അല്ലേ? നോക്കുണ്ടോ?
പ്രശ്നമില്ല. അവിടെ നമ്മളെ ഫ്രൈ ശരിയാവുന്നുണ്ട്. സോയാബീൻ ഫ്രൈ പെണ്ണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മമ്മ ഉണ്ട് ഇപ്പോൾ അവിടെ. മമ്മാനെ അടുത്ത പരിപാടി ഏൽപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ വന്ന് വാതിലും മുട്ടിയപ്പോൾ ഞാൻ എടുക്കും. അത് പറയാം വാതിൽ മുട്ടിയപ്പോൾ അതിൽ വാതിലുമേ വന്ന് മുട്ടിയപ്പോൾ ഞാൻ എന്താണ് ഞാൻ ഒരു 5 റുപ്യ അതിൽ പെരും ചീത്ത 5 റുപ്യ എടുത്ത് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു ചെറുത്ത്. അല്ല ഞാൻ ചെറുത്തുള്ളതല്ലേ കൊടുക്കുക. നിങ്ങൾ പൈസ തന്നു കണ്ടല്ലോ പോയിക്കണത്. നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കൊടുത്തേര്. പക്ഷേ ഞാൻ ഈ 5 റുപ്യ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പിരിവിന് ആൾക്കാർക്ക് 5 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് വിഷമാവില്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ 10 പേരെ ഇപ്പോൾ 10 രൂപ പേരെ കയറിയാൽ നിങ്ങൾക്ക് 5 റുപ്യ വെച്ചിട്ട് എത്ര റുപ്യ കിട്ടുന്നതാണ്. അതിൽ പിന്നെയും ഞാൻ ചീത്ത അറിയുന്നത്. അതിൽ മറുപടി വരികയാണ്. അതിൽ വന്നു കട്ടി 5 ആണ്. എൻ്റെ കുട്ടികൾക്ക് മുട്ടായി ഞാൻ കൊടുത്തോണ്ട് 5 റുപ്യാണ് പോയിക്കോളിയാണ്. അതിൽ ആ പൈസ തന്നു കണ്ട് 30 പിന്നെയും വരായി അങ്ങനെ പോയി. അപ്പോൾ പിരിവേര് മൊത്തത്തിൽ പല കോലത്തിലാണ്. പലരും പല സംസാരവും പല ഇന്ന് ചീത്ത അറിയണേ. എന്താ പറയുന്നത് വെച്ചാൽ അറിയണമെന്നില്ല. പക്ഷെ എന്തൊക്കെയേ പറയുന്നേ അത് അവർ വാടകപ്പേരിയില ഞാൻ നിൽക്കണത്. അതിനോട് ഒക്കെ പറഞ്ഞു ഞാൻ വാടകപ്പേരിയില ഞങ്ങൾ. അപ്പൊ പിരിവേര് പലരും പല കോലത്തിലേക്കാണ് പോകുന്നത്. അതിനോട് പറഞ്ഞിരുന്നു ഇത്രയും പേരാണ്. ചിലപ്പോൾ നമ്മൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ദിവസം നമ്മൾ പണിക്ക് പോയാൽ ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. നമ്മളെ വണ്ടി ഓടിയാൽ ചിലപ്പോൾ വെറുതെ വണ്ടിയല്ല അന്ന് ഓട്ടോറിക്ഷയാണ്. അന്ന് നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ടുനടക്കണം. വാടക വീട്ടിൽ സംഭവം കേട്ടോ. ഇപ്പോഴൊന്നല്ല കുറേ മുന്നെയാണ്. കുറേ മുന്നേ ഒരുപാടൊന്നും ആയിട്ടില്ല. കുറച്ച് ഇവിടെ വന്നിട്ടാ വേവിക്കാൻ പോകണ്ട. വേവിണ്ട് ഇങ്ങനെ ഞാൻ വന്നേക്കിട്ട് അറിയണേ ഉമ്മ ഇങ്ങനെ ഉസ്താദ് ചീത്താണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടിൽ പലയിടത്തും പല രീതിയിലും 30 റുപ്യ താത്ത കൊടുത്തേക്കണം. താത്ത 10 റുപ്യ കൊടുത്തു. അത് മൂല്യരാണ്. പണ്ടൊരു ഭാഗത്ത് വന്ന ഒരാളാണ്. ഒരു പിരിവേരനാണ്. അവർക്കൊക്കെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ പിരിവിന് വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് 500,000 കിട്ടിയാലേ നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സൂചിപ്പിച്ചത് മാത്രം നമ്മളെ അനുഭവങ്ങൾ അതൊക്കെ പറയണ്ടേ. നമ്മളിപ്പോൾ നമ്മളെ വീഡിയോസിൽ പറയുന്നതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ്. വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് പറയാം. അപ്പോൾ പലർക്കും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റേജ് കടന്നു വരണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ്. നമ്മളെ മക്കൾ ഞാനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഈ പിരിവേര മാത്രം പരിഗണിച്ചാൽ പോരാ. നമ്മളെ നാട്ടിൽ പല കാര്യങ്ങളുണ്ട്, നമ്മളെ കുടുംബത്തിൽ പല വിഷയങ്ങളുണ്ട്. എല്ലാവരും പരിഗണിക്കൽ നമ്മളെ ആവശ്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ രക്ഷയില്ല. അത് ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലയെന്ന് ചിന്തിക്കലൊന്നുമില്ല, ഉള്ളത് കൊണ്ട് കൈകാര്യം ചെയ്യലുണ്ട്. അപ്പോൾ പിരിവേര ഇപ്പോൾ തൽക്കാലം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അതിൻ്റെ സാഹചര്യമല്ല അവിടെ. നമുക്ക് അതിലേറെ കൊടുക്കേണ്ട ആളുകൾ നമ്മളെ തൊട്ട കൂടെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കമ്മീഷനാണ്, ഈ മൂല്യന്മാർ കമ്മീഷനാണ്. അപ്പം ഇനി മൂല്യന്മാരത് പറഞ്ഞു ആരും പിന്നെ വേറെ വിഷയമൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ഉണ്ടായ കഥകൾ പറഞ്ഞെന്നുള്ളൂ. അന്വേഷിച്ച് നമ്മളിതിൽ വരികയാണെങ്കിൽ അപ്പം നമുക്ക് പോയി തെരഞ്ഞു പിടിക്കാനൊന്നും കഴിയില്ല. ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്താണുള്ളത് വാങ്ങി പോവുക. ചിലപ്പോൾ 50 ഉണ്ടാവും, ചിലപ്പോൾ 20 ഉണ്ടാവും. ഇപ്പോൾ പെണ്ണുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു 10 റുപ്യ ഉണ്ടാവണമെങ്കിൽ ഞാൻ കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ വാടക വീട്ടിൽ താമസിച്ച് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ കേടുപാടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ബാധ്യതകളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നികത്തി പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. നമ്മളത് ആരോഗ്യപരമായിട്ട് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതും നമ്മൾ ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് തള്ളിടാൻ പറ്റും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ ആരും നെഗറ്റീവായിട്ട് കാണണ്ട. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു സാഹചര്യങ്ങളെ അങ്ങനെ നിങ്ങളെ ഉണർത്തിയത് മാത്രം കേട്ടോ. കായ്സ് അങ്ങനെ നമ്മുടെ ഫ്രൈ സെറ്റായിട്ടുണ്ടല്ലോ. ഉണ്ടോ? അടിപൊളി സാധനം. കൂടെ ഞാൻ അളക്കാൻ അയച്ചില്ല. എൻ്റെ ഹാർട്ട് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു. വേറെ ഒന്നും എൻ്റെ ഹാർട്ട് ഉള്ളതല്ലേ. അപ്പോൾ അമ്പിളിൻ്റെ ഫ്രൈ ആണിത്. അപ്പോൾ നമ്മളെ ഫ്രൈ ആണിത്. അപ്പം എൻ്റെ ഹാർട്ട് പൊട്ടിപ്പൊളി എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല, സ്നേഹം കൊണ്ട് തന്നെ കേട്ടോ. അല്ല വേറെ ഒന്നും ഒന്നുമില്ല. ഇങ്ങോട്ട് വിചാരിക്കും ഇപ്പം പറഞ്ഞൊക്കെ വിരാന്താണോ. ഞാൻ ഇപ്പോൾ എവിടെ എത്ര തോന്നെ ഇളക്കി. അപ്പം ഞാൻ അളക്കാൻ പാടില്ലെന്ന് പറയണേ. എന്നാൽ ഞാൻ ഒന്ന് ഇളക്കിയാലോ ഗൈസ്. അപ്പോൾ അടിപൊളി സാധനങ്ങൾ ഇതാ കണ്ടോളി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടാലേ ഒരു ബോട്ടിലാണ്. ബോട്ടിൽ കുറച്ച് സാധനം ഉണ്ട്. കണ്ടാൽ സുർക്കിലിട്ടാന്ന് തോന്നും, പക്ഷേ സുർക്കിലിട്ടല്ല. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയണ മാതിരി ഡ്രൈ വെജിറ്റബിളാണ് കേട്ടോ. ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ
ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അമ്പിളിക്ക് വേണ്ടി വാങ്ങിയതാട്ടത്. അമ്പിളി കാരണം മുട്ടായി കണ്ടമാനം കഴിക്കും. അപ്പോൾ മുട്ടായി ഞാൻ വല്ലാണ്ട് വാങ്ങി കൊടുക്കല്ല. ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ശ്രമിക്കൽ. അപ്പോൾ ഈ സാധനം നല്ല സാധനമാണ്, ഡ്രൈ വെജിറ്റബിൾ ആണ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയാണ്. ഇതുപോലത്തെ 2 ബോട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിൻ്റെ പകുതിയായി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ സാധനം കണ്ടോ? ഇതിപ്പോൾ നമ്മൾ അര ബോട്ടിലയക്കുണ്ടോ, നമ്മൾ കഴിച്ചതാണ്. ഇത് നമ്മളെ കക്കരിക്ക, കിയാർ എന്ന് പറയും, ബീൻസ്, പിന്നെ ബീട്രൂട്ട്. അപ്പോൾ തരും എന്താ ബീട്രൂട്ട്. ഇപ്പോൾ തന്നെ ഡ്രൈ വെജിറ്റബിൾ. ഈ സാധനത്തിൽ ഇതിപ്പോൾ ഞാൻ കടിച്ചാണ് ഇവിടെ വെച്ചിട്ട്. ഇതിലുണ്ടോ നമ്മളെ കക്കരിക്ക, ബീട്രൂട്ട്, ക്യാരറ്റ്, അതേമാതിരി കിഴങ്ങ്, ബീൻസ്, പയർ, മത്തനൊക്കെ വേറെ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ മതി. നല്ല സാധനമാണ്, കേടെന്തായാലും ഉണ്ടാവില്ല. കാരണം മധുരമൊന്നുമില്ല, ഉപ്പുമില്ല, നോർമലാണ്, പക്കയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കണ്ട് സൗണ്ട് വരും. ബീട്രൂട്ട് സൂപ്പർ സാധനം. അപ്പോൾ ബീട്രൂട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ്. ഒക്കെ പക്കയാണ്, ഡ്രൈ ആണ്, വേറെ ഒന്നുമില്ല, കെമിക്കലൊന്നും കാണില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മുട്ടായി കണ്ണിക്കേണ്ട സാധനങ്ങളും അതേമാതിരി എണ്ണക്കടികളൊന്നും വല്ല കൊടുക്കാതെ ഇങ്ങനത്തെ സാധനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തി ആവും. ഒരു ഫുഡോ ഞാൻ ഉദ്ദേശിച്ചു. ഞാനും കഴിക്കുന്നുണ്ട്, അമ്പിളിയും കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ സജീവമായിട്ട് സാധനം കിട്ടുന്നുണ്ട്, ഓൺലൈനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് നമ്മളെ നവരരി, തവിട് കളയാത്ത അരി, പിന്നെ കോവക്ക, കൈപ്പക്ക, ഇതാണ് നമ്മളെ റോസ്റ്റ്, മറ്റേ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി കേട്ടോ. പെണ്ണു അടിപൊളി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെ കേട്ടോ. അതിനെക്കൊണ്ട് ഭയങ്കര വലിയാണ്. പൂച്ച ഒന്ന് കരഞ്ഞത്. എനിക്ക് കോണിപ്പടി കയറാൻ പറ്റുന്നതോട്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ സെറ്റാക്കി നോക്കും. നമ്മളവിടെ ആ ഒരു ഹോൾസ് കാണതാ, അത് ഞാൻ ശരിക്കും നെറ്റിട്ട് മറച്ചത്. നെറ്റ് ഇപ്പോഴും ഉണ്ട് അവിടെ, പക്ഷെ ആ തലക്കെ നെറ്റ് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് പൂച്ചനെ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ. പൂച്ച കയറി പ്രസവിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചതിനകത്ത് വീഡിയോ ലിസ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി ചെന്നിട്ടൊക്കെ ഒന്ന് അയച്ചൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ കയറണം അവിടെ നിന്നല്ലേ നടക്കുള്ളൂ. നമുക്കിപ്പോൾ കയറാനും പറ്റില്ല, ആ ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡിലേക്ക് കിടക്കുകയാണ്. എല്ലാം പാടെ മിക്സാക്കി. എനിക്കറിയാം എനിക്ക് കറിയൊന്നും വേണ്ട, ഉപ്പേരി മാത്രം ഉണ്ടായപ്പോൾ ഞാൻ കഴിക്കൂട്ടോ. വേറെ ഉപ്പേരി കിട്ടിയാൽ മതി, ഞാനത് കുഴച്ച് കഴിക്കും, നല്ല ഇഷ്ടമാണ് എനിക്ക്. അത് ഇനി കൈപ്പങ്ങയായാലും കുഴപ്പമില്ല, പയർ, ബീട്രൂട്ട്, ക്യാരറ്റ്, വഴുതന, കൈപ്പക്ക, എന്ത് സാധനമായാലും നമ്മളത് കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചോറിലിങ്ങനെ അതാണ്, ചോറിലിങ്ങനെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് അടിക്കും. അപ്പോൾ അത് വേറെ വൈബേക്കാണ്. അപ്പോൾ നമുക്ക് ഹെൽത്തി ഫുഡാണ് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇതോടുകൂടി അവസാനിപ്പിക്കല്ലേ വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുപാട് വ്യൂസുകളൊക്കെ വരുന്നുണ്ട്, വളരെ സന്തോഷം. നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസൊക്കെ ഇനിയും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു വീഡിയോസിന് കമൻറ്റ് ഓഫായിരുന്നു, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ സബ്സ്ക്രൈബുള്ളൊരു ചാനലാണല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇപ്പോൾ വ്യൂസ് ഇഷ്ടംപോലെ ഉണ്ട്. വ്യൂസ് ഈ കാണുന്ന ആളുകളൊന്ന് സബും കൂടി ആക്കണേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളിത് കണ്ട് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു സ്നേഹം, ആ ഒരു സപ്പോർട്ട് ഇനിയും വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്, അതുപോലെ ഇതിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മൾ മറന്നു പോയി കാര്യം, നമ്മളെ പെണ്ണ് നമുക്ക് അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് സോയാബീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തന്നു, മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. പിന്നെ കോക്ക അതും അടിപൊളി, എല്ലാം സൂപ്പർ കേട്ടോ. സന്തോഷമായി വായത്തെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈൽ ലൈറ്റാണ്, നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നില്ല, ഏതായാലും നമുക്ക് ട്രൈ ചെയ്യണം. പെണ്ണിൻ്റെ സ്പെഷ്യൽ ചിന്ന സ്പെഷ്യൽ ഭയങ്കര സംഭവമായിരുന്നു കാണിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് നോർമലാണ് പരിപാടി. ഓക്കെ.